ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി, രാംദിയോ മിശ്ര, പ്രൊഫസർ രാംദിയോ മിശ്ര. പ്രൊഫസർ രാംദിയോ മിശ്രയുടെ പുസ്തകമാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി, രാംദിയോ മിശ്ര. ഓക്കെ, കുറച്ച് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, കൂടെ കൂടിക്കോണം കേട്ടോ പിള്ളേരെ. എക്കോളജി എക്കോളജി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. എക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? എക്കോളജി എന്ന ടേം, ദ ടേം എക്കോളജി വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ആരാ? എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ആർക്ക് പറയാം? കറക്റ്റ് ആണ്. എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ഏണസ്റ്റ് ഹെയ്ക്കലാണ്, അല്ലെ? ഏണസ്റ്റ് ഹെയ്ക്കലാണ്. എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ടാൻസ്ലി. ആരാ കുട്ടികളെ? ടാൻസ്ലി. ടാൻസ്ലി. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ടാൻസ്ലി. ടാൻസ്ലി. അതുപോലെ ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. ആരാ കുട്ടികളെ? വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസൻ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. ഓക്കെ, സെറ്റ്. എങ്കിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ആളുടെ പേര് നോർമാൻ മേയർ. നോർമാൻ മേയർ. ഇനി ഒരു ചോദ്യം കൂടെ, അഞ്ചാമത്തെ ചോദ്യം. ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ്. വില്യം ഗൗഡ്. ഈ അഞ്ചാൾക്കാരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പരീക്ഷകളിൽ. ഈ അഞ്ചാൾക്കാർ. ഒന്നാമത്തെ ആള് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ. അയാളാണ് എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്തുവാ എക്കോളജി? വാട്ട് ഈസ് എക്കോളജി? എക്കോളജി എന്താ പറഞ്ഞേ? എക്കോളജി പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് എക്കോളജി? എന്താണ് എക്കോളജി എന്ന് പറഞ്ഞ? എക്കോളജി എന്താ? ഒരു ജീവിയും അതിന്റെ ചുറ്റുപാടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ലടാ. ബന്ധപ്പെട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മളൊരു ജീവിയാണ്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള വായു നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ പരിസരത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ജലം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ പരിസരവുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റോ? ഈ ചുറ്റുപാടിൽ തന്നെ ജൈവികമായ ഘടകങ്ങളും അജൈവികമായ ഘടകങ്ങളും ഉണ്ട്. ഓക്കെ, അതായത് സൂര്യപ്രകാശത്തിന് ജീവനുണ്ടോ? സൂര്യപ്രകാശത്തിന് ജീവനുണ്ടോ? ഇല്ല. അത് അജൈവിക ഘടകമാണ്. അബയോട്ടിക് ആണത്. വായുവിന് ജീവനില്ല. വായുവിന് ജീവനില്ല. ഓക്കെ, ജലത്തിന് ജീവനില്ല. മണ്ണിന് ജീവനില്ല. ഓക്കെ അല്ലേ? അതായത് നമ്മള് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പിടിച്ച് നിന്ന കോഴിക്ക് ജീവൻ ഉണ്ടായിരുന്നു.
നമ്മൾ അതിനെ ആഹാരമാക്കി. നമ്മൾ നിന്ന മീന് അതിന് ജീവനുണ്ടായി, നമ്മൾ അതിനെ ആഹാരമാക്കി. അതായത് ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഈ ഒരു ജീവിയും അതിന്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം. മനസ്സിലായ പിള്ളേരെ? ഒരു ജീവിയും അതിന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം. ആ ടേം എക്കോളജി ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയുടെ പേര് ഏണസ്റ്റ് ഹേക്കൽ. ആവാസ വ്യവസ്ഥ, ചുറ്റും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയിലാണ്. ഒരു കുളം നോക്കിക്കഴിഞ്ഞാൽ ആ കുളം ഒരു ആവാസ വ്യവസ്ഥയായിരിക്കും. ഒരു മരം നോക്കിക്കഴിഞ്ഞാൽ ആ മരം ഒരു ആവാസ വ്യവസ്ഥയായിരിക്കും. അവിടെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികൾ ഉണ്ടാകും. അപ്പൊ അതിനെ നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളുടെ പേര് ടാൻസ്ലി. എന്താ കുട്ടികളെ? ടാൻസ്ലി. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ച ആരാണ്? ടാൻസ്ലി. ജൈവ വൈവിധ്യം, ചിലയിടത്ത് കുറെ മരങ്ങൾ കാണും, ചിലയിടത്ത് കുറെ കുറ്റിക്കാടായിരിക്കും, ചിലയിടത്ത് പുല്ലായിരിക്കും, ചിലയിടത്ത് ഒന്നും കാണത്തില്ല, വെറും മണലായിരിക്കും, ചിലയിടത്ത് പാറക്കെട്ടുകളായിരിക്കും. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പിന്നെ ജീവജാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതും പല രൂപമാണ്. മനുഷ്യനൊരു രൂപം, കോഴിക്ക് വേറൊരു രൂപം. കോഴി വേണമെന്ന് കോഴി പറയണത് കേട്ടോ, അത് മാത്രമല്ല വേറെ ജീവികളുണ്ട്. ഇപ്പൊ കുതിര, അതിനൊരു രൂപം. അങ്ങനെ ഈ പറയുന്ന ജീവനുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ജൈവസമ്പത്തിന് വൈവിധ്യമുണ്ട്. അപ്പൊ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. ഓക്കെ. ചില ഭാഗങ്ങൾ ഇത്തിരി പ്രശ്നമാണ്. അവിടെ നമ്മൾ ഒരു പ്രത്യേക പരിഗണന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലം പെട്ടെന്ന് നശിച്ചു പോകാനും ആ നാശം എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് അതിനെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അപ്പൊ ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയുടെ പേരാണ് എന്ത് കുട്ടികളെ? നോർമൻ മേയർ. എന്താണ്? നോർമൻ മേയർ. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ച ആളുടെ പേരാണ് നോർമൻ മേയർ. ഗ്രീൻ റവല്യൂഷൻ നമുക്കറിയാം. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാ? പറഞ്ഞേ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാ? പറയുന്നില്ല. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ബോർലോഗ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ആരാ? ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ആരാ കുട്ടികളെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. പക്ഷെ ഇവരാരുമല്ല ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ച ആളുടെ പേര് വില്യം ഗൗഡ് എന്നാണ് കേട്ടോ, വില്യം ഗൗഡ്. ഓക്കെ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ പേര് നിങ്ങളുടെ മനസ്സിലോട്ട് കയറിയെങ്കിൽ കുറച്ച് പേരും കൂടെ ഞാൻ കുത്തി കയറ്റി തരാം. അടുത്ത ചോദ്യം ഇതാണ്. ഫാദർ വൈദ്യുതി വില്യം ഗൗഡ് അല്ല, അത് വില്യം ഗിൽബർട്ട് ആണ് വൈദ്യുതി. അത് ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. കെമിസ്ട്രി അല്ല, ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. ഫിസിക്സ്, സോറി. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയോ. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു എങ്കിൽ പറഞ്ഞു കേട്ടില്ല. ഫാദർ ഓഫ് എക്കോളജി ആരാണ്? ഫാദർ ഓഫ് എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പിതാവ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഓടും, എണീറ്റ് ഓടേണ്ടി വരും. അതല്ല. പിള്ളേരെ, പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്നോ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പിതാവ് ആരെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഫാദർ ഓഫ് എക്കോളജി എന്നോ പരിസ്ഥിതിയുടെ പിതാവെന്നോ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്നോ ചോദിച്ചാൽ പറയുക അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ക്ലിയർ ആണ്? ഇനി എല്ലാ പഠനത്തിനും ഒരു മോഡേൺ സിസ്റ്റം ഉണ്ടാകും. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ എക്കോളജിയുടെ പിതാവാണ് നിങ്ങൾ പറഞ്ഞ ഓടും.
യൂജിൻ യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും. ആരോടും? യൂജിൻ പി ഓടും. ഓക്കെ. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ എക്കോളജിയുടെ പേര്, ഫാദർ ഓഫ് മോഡേൺ എക്കോളജി ആണ് യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും. ക്ലിയർ ആണ്. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് പ്രൊഫസർ രാം ദിയോ മിശ്ര. പ്രൊഫസർ രാം ദിയോ മിശ്ര. പ്രൊഫസർ രാം ദിയോ മിശ്ര, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി പ്രൊഫസർ രാം ദിയോ മിശ്ര. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എഴുതിയത് രാം ദിയോ മിശ്ര. ഇന്ത്യൻ എക്കോളജിയുടെ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാം ദിയോ മിശ്ര. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. മോഡേൺ എക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും. ഇത്രയും പേരുകളും ഇത്രയും ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായ? ഇത്രയും പേരുകള്. ഓക്കെ. അപ്പൊ നമ്മളെല്ലാം കൂടെ നമ്മൾ എത്ര പേര് പറഞ്ഞടാ? 8 പേരാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. 8 പേര് പഠിച്ചോ? ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ. കൊള്ളാം. എഴുതി പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പേഷനിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ എന്ത് ചെയ്യുക? കുട്ടികളെ നന്നായിട്ട് സെറ്റാക്കി വെക്കുക. ഓക്കെ. അറ്റൻഡ് ചെയ്തേ. പല ഉത്തരങ്ങളൊക്കെ അല്ലേ പോകണം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വായിച്ച ചെയ്ത UNEP, ഗ്രീൻ പീസ്, ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. തെറ്റായ പ്രസ്താവന നമുക്ക് വേണ്ടത്. പിള്ളേരെ UNEP, ആദ്യം നിങ്ങൾ UNEPയുടെ പൂർണ്ണരൂപം പറഞ്ഞേ. UNEPയുടെ പൂർണ്ണരൂപം പറഞ്ഞേ. UNEPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEPയുടെ പൂർണ്ണരൂപമാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. 1972 പറയുന്നുണ്ട്. യെസ് ഓർ നോ? 1972 പറഞ്ഞേ. 1972 നമ്മൾ ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നുണ്ട്. 1972 ജൂൺ മാസം 5 അല്ലേ? 1972 ജൂൺ മാസം 5. 1972 ജൂൺ മാസം 5-നാണ് UNEP ഫോം ചെയ്യുന്നതെന്നും ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുവെന്നും പരിസ്ഥിതി ദിന ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് UNEP ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിന ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നതും അതുപോലെ പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ഹോസ്റ്റ് കൺട്രിയെ പ്രഖ്യാപിക്കുന്നതും എല്ലാം ആരാണ്? UNEP ആണ്. UNEPയുടെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? പറഞ്ഞേ. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം നെയ്റോബി കെനിയ. എഴുതി പഠിച്ചോണേ. നെയ്റോബി കെനിയ. UNEPയുടെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? നെയ്റോബി കെനിയ കേട്ടോ. നെയ്റോബി കെനിയാണ് UNEPയുടെ ആസ്ഥാനം. അടുത്ത് പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971-ലാണ്. ശരിയോ തെറ്റോ? അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971-ലാണ്. അതും ശരിയാണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ചോദിക്കും. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? ഗ്രീൻ പീസിന്റെ ആസ്ഥാനം
ഗ്രീൻ പീസിന്റെ ആസ്ഥാനം പിള്ളേരെ ഇനി മറക്കരുത്, എഴുതി വെച്ചണം, പഠിക്കണം. ആംസ്റ്റർഡാം. ഏതാണ് കുട്ടികളെ? ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. അപ്പൊ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം കേട്ടോ. ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം ഏത് രാജ്യത്താണ് കുട്ടികളെ? നെതർലാൻഡ്. നെതർലാൻഡിലാണ് ആംസ്റ്റർഡാം കേട്ടോ. അപ്പൊ 1971 തന്നെയാണ് ഗ്രീൻ പീസ് സ്ഥാപിക്കപ്പെടുന്നത്. അതിന്റെ ആസ്ഥാനം വരുന്നത് ആംസ്റ്റർഡാം, നെതർലാൻഡ് കേട്ടോ. ആംസ്റ്റർഡാം, നെതർലാൻഡ്. അടുത്ത് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. നിങ്ങൾ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ കുട്ടികളെ? മിക്കായേൽ ഗോർബച്ചേവ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? മിക്കായേൽ ഗോർബച്ചേവ്. മിക്കായേൽ ഗോർബച്ചേവ്. മിക്കായേൽ ഗോർബച്ചേവ് സോവിയറ്റ് നേതാവായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ നേതാവായിട്ടുള്ള മിക്കായേൽ ഗോർബച്ചേവ് 1993 ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. സോ തെറ്റ് ഓപ്ഷൻ സി, 3 മാത്രം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 1993 ജനീവ. സ്ഥാപകൻ ആരാണ്? മിക്കായേൽ ഗോർബച്ചേവ്. സ്ഥാപകൻ ആരാ കുട്ടികളെ? മിക്കായേൽ ഗോർബച്ചേവ് കേട്ടോ.